ഹായ്, ഗുഡ് ഈവനിങ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ലവ് ഇസ് എ മ്യൂച്വൽ സെൽഫ് ഗിവിങ് വിച്ച് എൻഡ്സ് ഇൻ സെൽഫ് റിക്കവറി. പ്രണയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവനായി കൊടുക്കണം. ഒന്നും പ്രതീക്ഷിക്കാതെ വേണം പ്രണയിക്കാൻ. എന്നാൽ ഈ പ്രണയം തിരികെ കിട്ടിത്തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ പ്രതീക്ഷിച്ച് തുടങ്ങും. ഇന്നലത്തെക്കാളും കൂടുതൽ അവനെന്നെ ഇന്ന് പ്രണയിക്കണം, ഇന്നത്തെക്കാളും കൂടുതൽ നാളെ പ്രണയിക്കണമെന്ന്. എങ്കിലും ജീവിതയാത്രയിൽ എന്തൊക്കെയോ കൊണ്ട് എവിടെയൊക്കെയോ വെച്ച് ഈ പ്രണയം നമുക്ക് നഷ്ടപ്പെടാറില്ലേ? പ്രണയത്തെ സ്നേഹിക്കുന്ന, പ്രണയത്തിലാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു പാട്ടായത്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ഗോഡ്സൺ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ? പേര് ഞാൻ പറയുന്നില്ല, ഒരു എക്സ് എന്ന് പേരിടാം. ഓക്കെ. എനിക്ക് എക്സിനെ വളരെ ഇഷ്ടമായിരുന്നു. വളരെ ഇഷ്ടം വെച്ചാൽ എനിക്ക് നമ്മുടെ ക്യാരക്ടറിൽ അത്രയും ഇണങ്ങി വരുന്ന കുട്ടിയായിരുന്നു. ബട്ട് അത് നടന്നില്ല. അത് അങ്ങനെ ജസ്റ്റ് ഇതായിപ്പോയത്. ഈ ബ്രേക്കപ്പ് ആവുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയായിരുന്നോ ഈ ബന്ധം നഷ്ടപ്പെടാൻ പോവാന്ന്? ആ, തീർച്ചയായിട്ടും. അതിന് എന്ത് സൈൻ ആയിരുന്നു കണ്ടേ? ഞാൻ ബാംഗ്ലൂർ പോയായിരുന്നു ചെറിയ കോഴ്സിന് വേണ്ടി. എനിക്കങ്ങനെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നം നിൽക്കുമ്പോ ഞാൻ അങ്ങനെ കോണ്ടാക്ട് കുറെ ചെയ്യാൻ വേണ്ടി വിളിച്ച് 2 മാസം വിളിച്ചായിരുന്നു. പിന്നെ അവിടെ വെച്ച് നമ്പർ വേറെ ചേഞ്ച് ചെയ്തു. അങ്ങനെയൊക്കെ ആയപ്പോ ഇങ്ങനെ ജസ്റ്റ് ഒരു അകൽച്ചയൊക്കെ വന്നു. പിന്നെ അവിടെ ഒരു ഈഗോ ക്രിയേറ്റ് ആയി. അങ്ങനെ ഞാൻ തന്നെ കാരണം. പിന്നീട് അങ്ങോട്ട് ചെന്നിട്ടും അതെനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ എനിക്ക് തന്നെ ഒരു സെൻസ് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മളൊരു ബന്ധം തകരുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റും തകരാൻ പോവാണെന്നല്ലേ? എന്ത് വേണമെങ്കിലും നോക്കി വാങ്ങാം, ബസ് നല്ലൊരു റിലേഷൻ ഒരിക്കലും എത്ര ക്യാഷ് ഉണ്ടായിരുന്നു നമുക്ക് വാങ്ങിച്ചേക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരെണ്ണം പോയില്ല, ഇനി നല്ലത് കിട്ടുമോ? ദൈവം തരുന്നു, ഞാൻ വാങ്ങുന്നു. ശുഭ പ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം അല്ലേ? തീർച്ചയായിട്ടും. എല്ലാം പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. എനിക്ക് വയ്യ. അപ്പൊ ഗുഡ് നൈറ്റ് എന്നാ. ഓക്കെ, താങ്ക്സ്, ബൈ. ഇതുപോലെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണ്ടേ? എൻ്റെ അടുത്ത് മിണ്ടണ്ടേ? 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വാട്ട് ഇസ് യുവർ രാശി എന്ന മൂവിയിലെ സോങ് ആണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ കേട്ടത്. ഞാൻ റീനു. ഒരാളെ പറ്റിക്കാൻ പോവാണേ. ഗോഡ്സൺ എന്നാ പേര്. താങ്കളെ കുറിച്ച് നാട്ടിൽ ഭയങ്കര മോശം അഭിപ്രായമാണ്. പല പെൺകുട്ടികളുടെ അച്ഛന്മാരെ താങ്കളെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ ഒരു ബോയ് അല്ലേ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഓഹോ, അപ്പൊ സത്യത്തിലുണ്ട്. എന്ത് പ്രോബ്ലം അതിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു പ്രോബ്ലം പറയൂ, കേക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഫ്രണ്ടിന് ചാറ്റ് ചെയ്തായിരുന്നു. ഫ്രണ്ട് അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. പോരട്ടെ. കുറച്ചു നേരം ചാറ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ കുറച്ച് തമാശ കളിച്ച് അങ്ങനെ കുറച്ച് നേരം ചെയ്തിരുന്നു. പിന്നെ ജസ്റ്റ് 1 ടൈം ചാറ്റ് ആയിരുന്നു. ശേഷം സ്പോട്ടിൽ തന്നെ പിന്നെ അവന്റെ ബ്രദർ ആ ചാറ്റ് എടുത്ത് നോക്കി. ഞങ്ങൾ ജസ്റ്റ് നല്ല ചാറ്റ് ആയിരുന്നു. ഒരു ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചാറ്റ് ചെയ്ത് മനസ്സിലായി. എന്നിട്ട് പുള്ളി എന്റെ നമ്പറൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് കളക്ട് ചെയ്ത് കോൾ ചെയ്തു. ജസ്റ്റ് ഒരു ഭീഷണിയൊക്കെ ആയി. പിന്നെ ഞാൻ നേരിട്ട് പോയി കണ്ടെന്നിട്ട് ഒരൊറ്റ ചാറ്റ് കൊണ്ട് ഇത്രയൊക്കെ ഒപ്പിക്കണമെങ്കിൽ മിടുക്കനാണല്ലോ ഗോഡ്സൺ. എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. പക്ഷെ അതിന് മുന്നേ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഈ അടുത്ത കാലത്ത് എന്ന മൂവിയിലെ ഒരു സോങ്ങാ. നിങ്ങൾ പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഞാനിവിടെ ഉണ്ടാവും. ഗോഡ്സണെ ഒന്ന് നിർത്തി പൊരിക്കണ്ടേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു പാട്ടായത്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ഗോഡ്സൺ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ? പേര് ഞാൻ പറയുന്നില്ല, ഒരു എക്സ് എന്ന് പേരിടാം. ഓക്കെ. എനിക്ക് എക്സിനെ വളരെ ഇഷ്ടമായിരുന്നു. വളരെ ഇഷ്ടം വെച്ചാൽ എനിക്ക് നമ്മുടെ ക്യാരക്ടറിൽ അത്രയും ഇണങ്ങി വരുന്ന കുട്ടിയായിരുന്നു. ബട്ട് അത് നടന്നില്ല. അത് അങ്ങനെ ജസ്റ്റ് ഇതായിപ്പോയത്. ഈ ബ്രേക്കപ്പ് ആവുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയായിരുന്നോ ഈ ബന്ധം നഷ്ടപ്പെടാൻ പോവാന്ന്? ആ, തീർച്ചയായിട്ടും. അതിന് എന്ത് സൈൻ ആയിരുന്നു കണ്ടേ? ഞാൻ ബാംഗ്ലൂർ പോയായിരുന്നു ചെറിയ കോഴ്സിന് വേണ്ടി. എനിക്കങ്ങനെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നം നിൽക്കുമ്പോ ഞാൻ അങ്ങനെ കോണ്ടാക്ട് കുറെ ചെയ്യാൻ വേണ്ടി വിളിച്ച് 2 മാസം വിളിച്ചായിരുന്നു. പിന്നെ അവിടെ വെച്ച് നമ്പർ വേറെ ചേഞ്ച് ചെയ്തു. അങ്ങനെയൊക്കെ ആയപ്പോ ഇങ്ങനെ ജസ്റ്റ് ഒരു അകൽച്ചയൊക്കെ വന്നു. പിന്നെ അവിടെ ഒരു ഈഗോ ക്രിയേറ്റ് ആയി. അങ്ങനെ ഞാൻ തന്നെ കാരണം.
പിന്നീട് അങ്ങോട്ട് ചെന്നിട്ടും അത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു എനിക്ക് തന്നെ ഒരു ഫീൽ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മളൊരു ബന്ധം തകരുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റും തകരാൻ പോവാണെന്നല്ലേ. എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം, ബസ് നല്ലൊരു റിലേഷൻ ഒരിക്കലും വാങ്ങി എത്ര ക്യാഷ് ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചേക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരെണ്ണം പോയില്ല, ഇനി നല്ലത് കിട്ടുമോ? ദൈവം തരുന്നു, ഞാൻ വാങ്ങുന്നു. ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം അല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷ, എല്ലാം പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. എനിക്ക് വയ്യ. അപ്പൊ ഗുഡ് നൈറ്റ് എന്നാ. ഓക്കെ താങ്ക്സ്, ബൈ. ഇതുപോലെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണ്ടേ? എൻ്റെ അടുത്ത് മിണ്ടണ്ടേ? 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.